അപ്പൊ ഹലോ, നമസ്കാരം. വീട് കണ്ടുപിടിക്കാൻ അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാം റെഡിയാണ്. അപ്പോൾ ഇതാണ് വേണുഗോപാൽ സ്വാമി. അപ്പോൾ സർ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്? സ്വാമി എന്താണ് ഇന്ന് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്? ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് മൂട എന്ന് പറയും. ഞങ്ങളുടെ ബ്രാഹ്മിൻസിൻ്റെ, തുളു ബ്രാഹ്മിൻസിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ് മൂട എന്ന് പറയുക. ഓക്കെ. അത് പ്ലാവിലയിലാണ് അത് ചെയ്യുന്നത്. അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കിയത് റെഡിമെയ്ഡ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്. അത് കുമ്പിൾ കുത്തി വെച്ചിരിക്കുകയാണ്. ഇതിൽ 4 ഇലകളല്ലേ? 4 ഇലയാണ് എടുക്കുന്നത്. അതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ അരിമാവ് ഇതിനകത്ത് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പൊന്നിയരിയും ഉഴുന്നുമാണ് ഇതിനെടുക്കുന്നത്. അതായാലും അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേറെ അരിയൊന്നും ഇതിന് പറ്റില്ല. പിന്നെ ഇതിനകത്ത് പ്ലാവിലയാണ് എടുക്കുന്നത്. 2-3 ടൈപ്പിൽ ഇത് ചെയ്യാം. ഒന്ന് പ്ലാവിലയിൽ ചെയ്യാം, പിന്നെ ഒന്ന് കൈതോല എന്ന് പറയും, ഈ തഴ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു ഓലയുണ്ട്, അതിൽ ചെയ്യാം. പിന്നെ ഇതിനകത്ത് റെഡിമെയ്ഡ് ഈ അലൂമിനിയത്തിൻ്റെ കുറ്റികൾ കിട്ടുന്നുണ്ട്, ഈ ഗ്ലാസ് രൂപത്തിലുള്ളത്. അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് എപ്പോഴും അവൈലബിൾ അല്ല. ഷേപ്പും അതിൻ്റെ ഫ്ലേവർ, ഇതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. പ്ലാവിലയുടെ ആ ഒരു കറ അതിനകത്ത് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതിന് വരിക. അപ്പം 4 പ്ലാവിലയാണ് ഇതിനെടുക്കേണ്ടത്. 4 പ്ലാവിലയിൽ 2 പ്ലാവില ഏതാണ്ട് ഒരേപോലെയുള്ള പ്ലാവില എടുക്കണം, എന്നാലേ ഒരേ ഷേപ്പ് കിട്ടുള്ളൂ. ഇങ്ങനെ പ്ലാവില 2 എടുത്തിട്ട് ഒരെണ്ണം ഏതാണ്ട് ഇത് ഇത്രയും ദൂരെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത്ര ഗ്യാപ്പേ പാടുള്ളൂ, അധികം ഗ്യാപ്പ് പാടില്ല. ഇതിന് ഇങ്ങനെ പച്ച ഈർക്കിലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പച്ച ഈർക്കിലി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അധികം ഒറ്റ കുത്തലിൽ ഇത് കീറി ഈ അറ്റത്തേക്ക് കൊണ്ടുവന്നിരിക്കണം. ഒരു ഈർക്കിലി ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. രണ്ടാമത് ഒരു ഈർക്കിലിയും കൂടി കുറച്ചുകൂടി കയറ്റിയിട്ട് കുത്തണം. എന്നിട്ട് ഇപ്പോൾ ഈ രൂപത്തിലായില്ലേ. ഇനി അടുത്ത ഇല എടുത്തിട്ട് ഈ 2 ഇലയുടെയും ഗ്യാപ്പിലായിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ മൂന്നാമതൊരു ഇലയും കൂടി വെച്ചിട്ട് അതിനെയും ഇതേമാതിരി ഒറ്റ ഈർക്കിലി വെച്ചിട്ട് കുത്തിയാൽ മതി. ഇതാ ഇങ്ങനെയായിട്ടുണ്ട്. മൂന്നാമത്തെ ഇല. ഇനിയിപ്പോൾ 4ാമത്തെ ഇല വെക്കേണ്ടത് ഇതാ ഈ 2 ഇലയുടെ ഇടയിലായിട്ട് തന്നെ വെക്കണം. 4ാമത്തെ ഇല വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കുത്തി. ഇനിയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിൽ ഗ്യാപ്പ് വരാൻ പാടില്ല. ഈ കോൺ ഇതൊരു പിരമിഡ് മാതിരിയല്ലേ ഇരിക്കുന്നത്, ഏതാണ്ട് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടണം. സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ അത് അങ്ങനെ വരുള്ളൂ. എങ്കിലും നമുക്ക് ഒരുവിധം ഒപ്പിച്ചെടുക്കാൻ പറ്റും. ഇതാ ഇങ്ങനെ മടക്കി ഇതാ വെച്ച് കണ്ടോ, ഇതങ്ങനെ വെച്ചിട്ട് ഒരു ഈർക്കിലി ഇതങ്ങനെ വെച്ച് കുത്തി, കണ്ടില്ലേ? അപ്പോൾ ഒരു പകുതി ഷേപ്പായിട്ടുണ്ട്. ഇനി 3ാമത് ഇല എടുത്തിട്ട് ഈ ഗ്യാപ്പിൽ അതും കുത്തണം. ഇതാ 3ാമത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പത്തിൽ കഴിയും. ഇതിന് ഗ്യാപ്പില്ല, അതിൽ മാവ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് ശരിക്ക് മെയിൻലി പറയുമ്പോൾ ഇഡ്ഡലിയുടെ മാവ് തന്നെയാണ്. അതിനേക്കാൾ കുറച്ചുകൂടി മാവ് പുളിക്കണമെന്ന് മാത്രം. ഇത് സാധാരണ ഇഡ്ഡലിക്ക് അത്ര പുളിക്കണ്ട. അത്ര പുളിച്ചാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇതാകുമ്പോൾ കുറച്ചുകൂടി പുളിക്കണം. നമ്മൾ ഇഡ്ഡലിയുടെ എടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് എടുക്കുന്ന അതിൻ്റെ പ്രിക്കോഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കിലോ പൊന്നിയരിയാണ് എടുക്കുക. 1 കിലോ പൊന്നിയരി എടുക്കണമെന്നെങ്കിൽ അതിന് 1/2 കിലോ ഉഴുന്ന് ചേർക്കണം. ഇത് നന്നായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടല്ല അരച്ചിരിക്കണേ. ഇത് അതിനും പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കണമുണ്ട്. ഇത് തലേ ദിവസം തന്നെ രാത്രി ഇത് അരച്ച് ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൊടുത്തിട്ട് പുളിപ്പിച്ചാലേ ഇന്നത്തേക്ക് ഇത് ഭംഗിയാവുള്ളൂ. അല്ലാന്നുണ്ട് അന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് പറ്റില്ല. അത് ഭയങ്കര ഹാർഡായി പോകും, കഴിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അത് വേവുമില്ല ഉള്ള അങ്ങനെയൊക്കെയുള്ള. ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അരച്ചു വെച്ച മാവാണ്. അരച്ച് വെച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് മിനിമം ഒരു 16 മണിക്കൂറെങ്കിലും ഇത് പുളിക്കണം. 15-16 മണിക്കൂർ പുളിച്ചാലേ മൂടയ്ക്ക് ശരിയാവുള്ളൂ. അത്ര ഒരു ടേസ്റ്റി ആയിട്ട് തോന്നില്ല. നമുക്ക് കുറച്ച് പുളി വരണം. കാരണം ഇഡ്ഡലിക്ക് നമ്മൾ എടുക്കുമ്പോൾ അത്ര പുളി വേണ്ട. അപ്പോൾ നമുക്ക് അതിനകത്ത് അത്രയും നേരം പുളിക്കണ്ട ഇഡ്ഡലിയുടെ മാവ്. ഇതിൻ്റെ മാവ് അങ്ങനെയല്ല, ഒരു 15 മണിക്കൂർ 14 മണിക്കൂർ മിനിമം പുളിച്ചാലേ
അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, സോഫ്റ്റ് ഈ ആവുള്ളൂ. പലഹാരത്തിന് മൂടാന്ന് മാത്രമേ പേര്. അല്ല, മൂടാന്ന് ഞങ്ങൾ ബ്രാഹ്മിൻസ് പറയുന്നതാണ് മൂടാന്ന്. ഓക്കെ. ഇതിന് ശരിക്കും ഇവർ മലയാളത്തിൽ നമ്മൾ ഇവിടെ പറയുന്ന പേര് ഇതിന് കുമ്പളപ്പം എന്നാണ് പറയുക. കുമ്പളപ്പം എന്നാണ് പറയുക. മൂടാ. ആ, അപ്പോൾ എനിക്കിത് കഴിക്കാൻ നല്ല മൂടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാമല്ലോ. ഓ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ആദ്യം നമുക്കിനി മാവ് ഒഴിക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ ഒരില ഇതിങ്ങനെ അങ്ങോട്ട് മടക്കി വെക്കുക. ഇത് കണ്ടോ? ആ. അപ്പോൾ ഈ ഗ്യാപ്പായി ഇവിടെ. ആ, ഓക്കെ. അപ്പോൾ ഈ ഗ്യാപ്പായപ്പോൾ അതിലേക്ക് മാവ് ഒഴിക്കാം. ഇതെന്തായാലും പൊങ്ങി വരില്ലേ? പൊങ്ങി വരും. അതുകൊണ്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ഒരു ചെറിയ ഗ്യാപ്പ് ഇതിനുള്ളിലേക്ക് വിട്ടു വിടണം. എന്നാൽ മാത്രമേ അത് ഭംഗിയാവുള്ളൂ. ഹാഫായിട്ട് ഫില്ല് ചെയ്ത് ഹാഫിന് മേലെ വരണം. ഉണ്ടോ? ഇതിപ്പോൾ കറക്റ്റായി. ഇത്ര വെച്ചിട്ട് പിന്നെ ഇവിടെ ഒന്നും പിടിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ പിടിച്ചാൽ പറ്റണമെന്ന് വെച്ചാൽ മാവ് പുറത്തേക്ക് ചാടും. പിന്നെ പിടിക്കേണ്ടത് ഇതായി ഇതിൻ്റെ എല്ലാം കൂടി കൂട്ടി പിടിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് തീ കൊടുക്കണം. ചെരിഞ്ഞു പോകരുത്. അതുമല്ല, അത് വെക്കുമ്പോൾ അതിൻ്റെ ആ ഞെട്ട് പിടിച്ചിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. നിർബന്ധമാണത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സ്വാമീസ് സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് പേട്ട എന്ന് പറഞ്ഞ തൃപ്പൂണിത്തുറയിലുള്ള പേട്ട, അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉള്ളത്. പിന്നെ വേറെ സ്നാക്ക് ഐറ്റംസ് സ്നാക്കിൽ ഞാൻ മെയിൻലി ഉഴുന്നുവട, പരിപ്പ് വട, പിന്നെ കായ ബജ്ജി, പിന്നെ പഴംപൊരി, പിന്നെ കാരവട. ഇതൊക്കെ നമ്മുടെ എരിവുണ്ട് അതിനകത്ത്. പച്ചമുളകും. തമിഴാണത്. അതൊരു തമിഴ് ചുവയുള്ള സംഭവമാണ്. എങ്കിലും നല്ല ടേസ്റ്റ്. അവർക്ക് അത് ഉണ്ടാക്കി ഇവിടെ നല്ല ഡിമാൻഡ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 3 മൂടയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. 3 മൂടയാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കണേ. അപ്പം ഇതിനി അടച്ചു വെക്കണം അല്ലേ? എത്ര നേരം എടുക്കും ഇത്? ഇതൊരു അരമണിക്കൂർ എടുക്കും അല്ലേ? അരമണിക്കൂർ നന്നായിട്ട് വേണം. എന്നാലേ അത് ഉള്ളു നന്നായിട്ട് വേണം. ബിക്കോസ് അത്രയും തിക്കായതുകൊണ്ട് നന്നായിട്ട് വേണം. ഓക്കെ. സാധാരണ ഇതിന്റെ കോമ്പിനേഷൻ എന്തൊക്കെയാണ്? ഇതിന്റെ കൂടെ എന്തായിട്ട് കൂടെ കഴിക്കാനായിട്ട് സാധാരണ പിന്നെ ഈ മത്തങ്ങ ചമ്മന്തി എന്ന് പറയും. ഓക്കെ. മത്തങ്ങയുടെ ഈ എന്താ പറയുക, കാമ്പും അതിൻ്റെ കുരുവും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോടില്ലേ, അതെല്ലാം കൂടി പുളിയും പിന്നെ ഉണക്കമുളകും കായവും മല്ലിയൊക്കെ ചേർത്തിട്ട് അരച്ചുണ്ടാക്കണ ഒരു കൊതിപ്പിക്കല്ല കേട്ടോ. നമ്മൾ ബ്രേക്കിന് മുമ്പ് ചെയ്തിരുന്നത് മൂടാന്ന് പറയുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അതിങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറായി. നോക്കാം, ആയി കാണും. അപ്പോൾ 3 റെഡിയായി. സ്റ്റവ് ഓഫായി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആവശ്യമുള്ള കറികൾ ഉണ്ടാക്കണം. മെയിനായിട്ട് മത്തങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണേ. അതൊരു പുളി എല്ലാം ഉള്ള ഒരു സംഭവം അല്ലേ? അതെ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ. ഓക്കെ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഓബ്വിയസ്ലി ഒരു മത്തങ്ങ, 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വേണം. പിന്നെ കറിവേപ്പില വളരെ കുറച്ച്, ഒരു 10-15 വറ്റൽമുളക് വേണം. പിന്നെ കായം വേണം, ഒരു തുണ്ട് കായം വേണം. പിന്നെ മല്ലി വേണം, ഒരു വലിയ സ്പൂൺ നിറയെ മല്ലി വേണം അതിന്. പിന്നെ ഉഴുന്ന് വേണം. എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ലാസ്റ്റ് ചേർക്കാം. ഇഞ്ചി നമുക്ക് മറ്റേ സാധാ ചട്നി ഉണ്ടാക്കാനായിട്ട്. ചട്നി 2 ടൈപ്പ് ഉണ്ട്. ഇത്ര 2 പച്ചമുളകൊക്കെ മതിയാവും. ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ മത്തങ്ങ വേവിക്കാനിടുക. വെറുതെ വേവിക്കാൻ. വെള്ളം ഒഴിക്കണം, കുറച്ച് വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് വെള്ളം കഷ്ടി ഒഴിച്ചാൽ മതി. അതിനകത്ത് എടുത്തോളൂ. അത് ധാരാളമായി വെള്ളം, അത്ര വേണമെന്നില്ല വെള്ളം. അതിൽ ഒരു തുണ്ട് പുളി ചേർക്കണം. തൊലി കളയാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക്
പുളി നമുക്ക് പിഴിയാം. അതിന്റെ പീസ് ഇടരുത്, വെള്ളം മാത്രം. വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഓക്കെ, പുളി വെള്ളം ഒഴിച്ച് അതിപ്പോൾ ഒരു 5 മിനിറ്റ് അത് തിളച്ചാൽ മതി. 5 മിനിറ്റ് ഇരിക്കണ്ടേ? അതെ അതെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? സ്വാമിയുടെ മക്കളുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. എനിക്ക് 2 മക്കളാണ്. ഓക്കെ. മൂത്താൾ ഇപ്പോൾ 10th എക്സാം എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ ആൾ ഇപ്പോൾ 8th അപ്പൊ സ്വാമിയുടെ സ്വാമിമാര് ചെറിയ സ്വാമി, വലിയ സ്വാമി, അങ്ങനെയാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞാനല്ല 8 പേര്. എന്തായാലും ഇവര് 8th 10th കണ്ടാ പറയില്ല കേട്ടാ. ഒരാൾ മിസ്സിംഗ് ആണ് ഇവിടെ. വൈഫിനെ വിളിച്ചില്ല. ഇതാണ് എൻ്റെ വൈഫ്. ഇന്ദു എന്നാണ് പേര്. ഇന്ദു എന്നാണ് പേര്. കൊട്ടാരക്കരക്കാരിയാണ്. ആണോ? കൊട്ടാരക്കരയില്ല. ഓക്കെ. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ നേരെ മുമ്പിലുള്ളതാണ് വീട്. അതുകൊണ്ട് ഇവിടെ 36 ഉണ്ണിയപ്പം ഉണ്ടാക്കും. അത് ഭയങ്കര ഫേമസ് ആണ്. കണ്ടറിയാലോ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു മുഖമാണ് അല്ലേ? ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് കുറച്ച് മത്തങ്ങ നന്നായിട്ട് പുളി വെള്ളം ഒഴിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത് വറുക്കാം. നമുക്ക് മാറ്റി ഇനി അടുത്തത് തേങ്ങ ഇട്ടിട്ട് ഇത് വറുത്തെടുക്കാം. ഐശ്വര്യ അടിച്ച് തുടങ്ങിയോളൂ. വെളിച്ചെണ്ണ ഒഴിക്കല്ലേ? ഒഴിക്കട്ടെ. ഇതിലേക്ക് കായം ചേർക്കാൻ പോവാ. മുറിച്ച് വെച്ച് ചെറിയ ചെറിയ പീസാക്കി വെച്ചതാണ്. അത് അതിലേക്ക് ചേർത്തു. കുറച്ച് ലാവിഷായിട്ട് തന്നെ ഇടാം അല്ലേ? കുറച്ച് നന്നായിട്ട് ഇടണം. നല്ല എരിവുണ്ടാവുമല്ലോ. ഇളക്കിക്കോളൂ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലി ചേർക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉഴുന്നും കൂടി ചേർക്കണം. ഉഴുന്ന് മല്ലി ഞാൻ പറയാം, ഒരു ചെറിയ പിടി, അത്രേ ഉള്ളൂ. എല്ലാം കൈയളവാണല്ലേ? എല്ലാം കൈയളവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താൽ ഇട്ടോളൂ. ഇത് എത്രയാ? ഇനഫ്. കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി തീ കയറ്റിയിട്ട് അതിനെ നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ചൂടിലല്ലേ? അതെ. ഇത് ആയും തോന്നുന്നു. ഒരു പിടി തേങ്ങയും കൂടെ ഇതിലേക്ക് അല്ലേ? ഒരു പിടി ഇതാ. ഇത് വലിയ കൈ ആയതുകൊണ്ട് വലിയ പിടി റെഡി. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് ഇന്ദു ചേച്ചിന്റെ താഴേക്ക് പറഞ്ഞുവിടാം. ഇത് അരച്ചോണ്ട് വരട്ടെ. എന്തായാലും ടെറസിൽ ആരും മിക്സി വെക്കില്ലല്ലോ. അപ്പൊ ഞങ്ങള് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പോകാം കേട്ടോ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇന്ദു താഴെ പോയിട്ട് ഇതെല്ലാം കൂടി അരച്ചിട്ട് ഇങ്ങോട്ട് വരും. ഇതിന് കടുക് വറക്കണം. കടുക് വറക്കണം. ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്ന് ചേർക്കണം. കുറച്ചുകൂടി ചേർത്തോളൂ. നല്ല ടേസ്റ്റ്. തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലോണം കടുക് പൊട്ടിച്ചിടണം. അതിന് കടുക് പൊട്ടിക്കുമ്പോൾ ഉഴുന്ന് നന്നായിട്ട് ചേർക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഏതാണ്ട് ചുമന്ന് വന്നല്ലേ? കുറച്ച് ഒരു പിടി വേപ്പിലയും കിട്ടും, ഒരു പിടി കഷ്ടി, അത് മതി. നന്നായിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് കഴിഞ്ഞു. ആ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. മതിയായി. അപ്പോൾ ഇത് അങ്ങോട്ട് ഇറക്കി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. മുളകിട്ട് വറുത്തൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. റെഡിയായി. അപ്പോൾ ഇന്ദു ചേച്ചി എടുത്തു കഴിഞ്ഞു. മറ്റേ നമ്മുടെ മത്തങ്ങ ചമ്മന്തി റെഡി. മത്തങ്ങ ചമ്മന്തി റെഡിയായി. നമുക്ക് ഇനി അത് ടേസ്റ്റിംഗിലേക്ക് കിടക്കാണ്. നിങ്ങൾ തന്നെ വിളമ്പി തരും. അപ്പൊ എനിക്ക് പ്ലേറ്റ് പിടിക്കാലോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ എന്ത് ദോശയുടെ കൂടെ ഇത് കഴിക്കാം. ഇഡ്ഡലി, ദോശ, ഊണ് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ്. അത് ഹെൽത്തിയാണ്, വേണ്ട, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇല വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി ഞാൻ കഴിച്ച്
ഓവറാക്കുന്നില്ല. സ്വാമിയുടെ വീട്ടിൽ വരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുക, എന്നെ പോലെ ഒരു സംഭവം. തീർച്ചയായും ആ സംഭവമല്ല ഈ ഞങ്ങളുടെ ഫുഡ്, ഞങ്ങളുടെ ബ്രാഹ്മിൻസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇതൊക്കെ പല ആൾക്കാരും ഞങ്ങളുടെ കുറേ ഐറ്റം ഉണ്ട്, ഇതൊക്കെ പലർക്കും അറിയില്ല. ഇതിപ്പോൾ ഈ മൂടാന്ന് പറഞ്ഞ സാധനം ചിലർക്ക് മൂടയോ അതെന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിശയം അവർക്ക്. ഇതിങ്ങനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ അല്ല, ഇത് കാണിക്കാൻ പറ്റിയ ഭയങ്കര ഭാഗ്യമാണ് ഞാൻ കരുതുന്നത്. കാരണം അത് അതിനെപ്പറ്റി കുറച്ച് അറിയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ലക്ഷ്മി ചേച്ചി എൻ്റെ അടുത്ത് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലം ഫുഡിന്റെ സ്ഥലമാണ് മെയിൻ ആയിട്ട്. തീർച്ചയായിട്ടും ഒന്ന് കല അല്ലാണ്ട് ഫുഡ്, നമ്പൂതിരി ഫുഡ്, ബ്രാഹ്മിൻ ഫുഡ്, റോയൽ ഫാമിലിയുടെ ഫുഡ്, തീർച്ചയായിട്ടും കൊങ്കണി. കേരളത്തിൽ എവിടെ ചെന്നാലും തൃപ്പൂണിത്തുറക്കാരുടെ ഭക്ഷണത്തിന്റെ ആ പിന്നെ ഇവരുടെ സദ്യ ടേസ്റ്റും രീതിയും വേറെ എവിടെയില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, തൃപ്പൂണിത്തുറക്കാരെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സംഭവം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും തൃപ്പൂണിത്തുറ പേട്ട ഇവിടെ പോവാ. സ്വാമി സ്വീറ്റ് സ്റ്റോപ്പ് എവിടെയാണ് ചോദിച്ചാൽ മതി, എല്ലാരും എന്തേ അതാണെന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോവാ, ചോദിച്ച് കിലോ കണക്കിന് വാങ്ങിച്ച് വീട്ടിൽ പോവാ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ പിള്ളേർ ഇവിടെ ചെണ്ടയായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു ചെറിയ പെർഫോമൻസോടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു അടിപൊളി ഫാമിലി, അടിപൊളി എപ്പിസോഡ്, അടിപൊളി മൂടയുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വരും. ബൈ ഫ്രം സാറ ആൻഡ് ഓൾ ഓഫ് us.